ലോകത്തെ വിഴുങ്ങാൻ ഒരു മാരക വിപത്ത് പടർന്നു പിടിക്കുകയാണ്. മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയ വലിയ ആശങ്കയാണ് ഇപ്പോൾ ലോകത്തൊന്നാകെ സൃഷ്ടിച്ചിരിക്കുന്നത്. ശരീരത്തിൽ പ്രവേശിച്ചാൽ 48 മണിക്കൂറിൽ മരണമുറപ്പാക്കുന്ന ബാക്ടീരിയ ഒരു വൻ മഹാമാരിയായി മാറുമോ? എന്തായാലും ആശങ്കകളും സംശയങ്ങളും ഇപ്പോൾ വലിയ രീതിയിൽ കത്തിപ്പടരുകയാണ്. ഏതാണ് ആ ബാക്ടീരിയ? എവിടെയാണ് ഉറവിടം? നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ. സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോമാണ് ഇപ്പോൾ ജപ്പാനെ പിടികൂടിയിരിക്കുന്നത്. മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയകളാണ് ഈ രോഗം പടർത്തുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ. ജപ്പാനിൽ നിന്നുമാണ് ഈ ബാക്ടീരിയ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്കും പടരുന്നത്. സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോമിന്റെ 1000-ലധികം കേസുകൾ ഇപ്പോൾ ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന STSS-ന് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചും ഡയാലിസിസ് പോലെയുള്ള ഇടപെടലുകളുമായും ഉടനടി ചികിത്സ ആവശ്യമാണ്. മരണങ്ങളിൽ ഭൂരിഭാഗവും 48 മണിക്കൂറിനുള്ളിലാണ് സംഭവിക്കുന്നത്. ജപ്പാനിലുടനീളം മാരകമായ അണുബാധയെ തുടർന്ന് ധാരാളം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഈ അണുബാധ ഗുരുതരമായ രോഗത്തിന് കാരണമാകുകയും 48 മണിക്കൂറിനുള്ളിൽ മാരകമായ ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വർഷം ജൂൺ 2 വരെയുള്ള കണക്കുകൾ നോക്കുകയാണ് എങ്കിൽ സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം കേസുകൾ 977 വർദ്ധിച്ചിട്ടുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം കഴിഞ്ഞ വർഷത്തെ ആകെ 941 കേസുകളേക്കാൾ ഇത് കൂടുതലാണ്. നിലവിലെ അണുബാധകളുടെ നിരക്കിൽ ജപ്പാനിലെ കേസുകളുടെ എണ്ണം ഈ വർഷം 2500-ലെത്താമെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ STSS അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം? ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ അണുബാധ മൂലമുണ്ടാകുന്ന ഗുരുതരമായ രോഗമാണ്. പെട്ടെന്നുള്ള ഷോക്ക്, മൾട്ടി ഓർഗൻ ഫെയിലിയർ എന്നിവ ഈ അവസ്ഥയുടെ സവിശേഷതയാണ്. ഇത് ഉടനടി ചികിത്സിച്ചില്ല എങ്കിൽ ജീവൻ അപകടത്തിലാകും. ഫാരിഞ്ചൈറ്റിസ്, ചർമ്മ അണുബാധകൾ, അതേപോലെ നെക്രോടൈസിംഗ് ഫാസിയറ്റിസ്, ബാക്ടീരിയ തുടങ്ങിയ ആക്രമണാത്മക അണുബാധകളിൽ നിന്നാണ് STSS സാധാരണയായി ഉണ്ടാകുന്നത്. ശരീരത്തിൽ വ്യാപകമായ കോശ ജ്വലന പ്രതികരണത്തിന് കാരണമാകുന്ന വിഷവസ്തുക്കളെ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് STSS-ന്റെ ലക്ഷണങ്ങളിലേക്ക് നയിക്കുന്നു. കാൽപാദത്തിൽ വീക്കം കാണപ്പെടുകയും ഇത് പിന്നീട് കാൽമുട്ടിലേക്കും മറ്റും വ്യാപിച്ചാണ് രോഗബാധിതർ മരണപ്പെടുത്തിയത്. STSS-ന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ പനി, കലശലായ തണുപ്പ്, പേശിവേദന, ഓക്കാനം, ഛർദി എന്നിവയാണ്. അവസ്ഥ മൂർച്ഛിക്കുമ്പോൾ കൂടുതൽ ഗുരുതരമായ ലക്ഷണങ്ങൾ കാണപ്പെടുന്നു. അത് ഇവയൊക്കെയാണ്: ഹൈപ്പോടെൻഷൻ, അതുപോലെ തന്നെ ദ്രുതഗതിയിലുള്ള ഹൃദയമിടിപ്പ്, ആശയക്കുഴപ്പമുണ്ടാവുക, ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, കരളിന്റെ പ്രവർത്തനം തകരാറിലാകുക തുടങ്ങിയവയൊക്കെ. ഇതിന്റെ പ്രതിരോധ നടപടികളിൽ നല്ല ശുചിത്വ സമ്പ്രദായങ്ങൾ, അതേപോലെ സ്ട്രെപ്റ്റോകോക്കൽ അണുബാധയുടെ വേഗത്തിലുള്ള ചികിത്സ, ബാക്ടീരിയയുടെ വ്യാപനം തടയുന്നതിന് മുറിവുകളും ചർമ്മത്തിലെ അണുബാധകളും സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് അണുബാധയുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങളെയും അപകട സാധ്യതകളെയും കുറിച്ചുള്ള പൊതുജനാരോഗ്യ വിദ്യാഭ്യാസം നേരത്തെ തന്നെ കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും സഹായിക്കും. അപ്പോൾ ആർക്കാണ് ഈ രോഗത്തിന്റെ അപകട സാധ്യത കൂടുതൽ എന്നതിലേക്ക് വരികയാണ് എങ്കിൽ തുറന്ന മുറിവുകളുള്ള ആളുകൾക്ക് STSS-ന്റെ അപകട സാധ്യത വളരെ കൂടുതലാണ്. അടുത്തിടെ ശസ്ത്രക്രിയ നടത്തിയവരോ തുറന്ന വ്രണങ്ങൾക്ക് കാരണമാകുന്ന വൈറൽ അണുബാധയോ ഇതിൽ ഉൾപ്പെടാം. ചിക്കൻ പോക്സിനും ഷിംഗിൾസിനും കാരണമാകുന്നത് പോലെ വെരിസെലയും തുറന്ന വ്രണത്തിന് കാരണമാകുന്ന ഒരു വൈറസാണ്. എന്തായാലും കോവിഡിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് ആശ്വസിക്കുമ്പോഴാണ് വില്ലനായിട്ട് ഇപ്പോൾ ജപ്പാനെ ഭീതിയിലാഴ്ത്തി സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം തലപൊക്കിയിട്ടുള്ളത്. മറ്റ് രാജ്യങ്ങളിലേക്കും ഈ രോഗം പടരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇതാണ് ആശങ്കയുടെ ആഴം കൂട്ടുന്നതും. നമുക്കറിയാം കോവിഡ് വന്നപ്പോൾ എത്രത്തോളം അപകടങ്ങളാണ് അല്ലെങ്കിൽ ആശങ്കകളാണ് നമുക്കുണ്ടായിരുന്നത് എന്നുള്ളത്. എന്തായാലും ഒരു മഹാമാരി കൂടി ഇനി വരാതിരിക്കട്ടെ, ഈ പറഞ്ഞ അസുഖം മറ്റ് രാജ്യങ്ങളിലേക്ക് പടരാതിരിക്കട്ടെ, കാര്യമായ നീക്കങ്ങൾ എടുക്കാൻ അധികൃതർക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം.